ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടേക്ക് സ്ഥലപ്പേര് വരാ ചീച്ചി മാത സംഭ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സ്റ്റേ കിട്ടിയ ഏകദേശം സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ടെമ്പിള്. ഏകദേശം അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ ലോഡ് വണ്ടി നിർത്തി അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. മേലോട്ടുണ്ട്, വൃക്ഷം ഉണ്ടായതുകൊണ്ട് കാണൂല എന്നുള്ളൂ. അതേപോലെ തന്നെ ഈ സൈഡ് മൊത്തം പാർക്കിംഗ് ആണ്. ഏകദേശം റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇന്ന് കാലത്ത് തന്നെ ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, പോയി നോക്കട്ടെ. അപ്പോൾ അതാണ് ഹൈവേ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ടാസ്ക് റൂട്ടാണ്. ഉദമ്പ റൂട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഉദംപൂർ റോട്ടാണ് കേട്ടോ. അപ്പോൾ റോഡ് കുറച്ച് ടാസ്ക്കാണ്, ചോരം കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും പോയോക്കട്ടെ. ഇവിടെ ചായക്കട ഒന്നും തുറന്നില്ല. അപ്പോൾ നമ്മൾ ചുരത്തിലാണ് കേട്ടോ. അപ്പോൾ തള്ളി തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ തള്ളി. ഇനിയുണ്ട് ഒരു 10-35 കിലോമീറ്റർ തള്ളാൻ. അപ്പോൾ ഒരു കൊക്കയല്ല, ഒരു അരുവിയല്ല, അങ്ങനെ ഒരു സാധനം കേട്ടോ. കണ്ടില്ലേ? ഏകദേശം നല്ല കുണ്ടുണ്ട്. മൊത്തം അങ്ങനെ തന്നെ ഉണ്ട്. പാറക്കെട്ടാണ് മേലേക്ക്. അല്ല, അവിടെ എന്തോ ഒരു അമ്പലം എന്താ ഉണ്ട് കേട്ടോ. അമ്പലം എന്തോ ഉണ്ട്. മേലെ ടവർ കാണാക്കണ്. അതിൻ്റെ മേലൊരു മല ഉണ്ടല്ലോ, അവിടെ എത്തണം കേട്ടോ തള്ളിയിട്ട്. സ്ഥലം ഏതായാലും നല്ല പൊളി സ്ഥലം കേട്ടോ. ഫുള്ള് പാറകെട്ടുകളും. ആ സൈഡ് ഈ സൈഡ് ഏകദേശം കുയ്യ, അത്യാവശ്യം നല്ല കുയ്യാണ്. റോഡ് വലിയ വീതിയൊന്നുമില്ല കേട്ടോ. ഏകദേശം 2 ലോഡ് വണ്ടി പോയാൽ റോഡ് നിറയും. അപ്പോൾ ഗൈസ്, ഇത് ഇതിൻ്റെ നടുകൂടെ പോകുന്ന ഒരു അരുവിയാണ് കേട്ടോ. ഏകദേശം വണ്ടി കയറുന്ന കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി ഒരു 30 കിലോമീറ്റർ കണ്ടോ, വണ്ടി കണ്ടില്ലേ, കാണുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങോട്ടൊന്ന് പോണ്, അതേപോലെ തന്നെ മേലേക്ക് പോണ്, മേലോട്ട് പോണ്. ആ മേലെ ടവർ കാണുന്നുണ്ടോ, അതേപോലെ തന്നെ 2 റൂംസ് കാണുന്നുണ്ടോ. ഏകദേശം അവിടെ എത്തണം. ഒരു 30 കിലോമീറ്റർ കൂടി തള്ളാണ്ട് ഇനി. ഒരു രക്ഷയില്ല കേട്ടോ. ചുരം അടിപൊളി ചുരം കണ്ടില്ലേ. വണ്ടിയാണെ കയറി പോണു കേട്ടോ. ഇതാണ് അരുവി. അരുവി മൊത്തമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെ ഇതൊക്കെ ഒപ്പിച്ചെടുത്താവോ. ആ റൂട്ടപ്പോൾ നമ്മൾ വന്നു കേട്ടോ. കണ്ടില്ലേ, ആ അറ്റത്ത് നിന്ന് വന്നു കേട്ടോ. അറ്റം ഇനി പോവാനുള്ളത് ഏകദേശം ആ അറ്റത്തെത്തും വേണം. അപ്പോൾ ഏതായാലും പോയോട്ടെ. ഏതായാലും തള്ളു തന്നെയാണ്. ഏതായാലും വണ്ടിയിലൊന്നും കയറ്റി പോകാത്ത നന്നായിട്ടോ. കാരണം ഈ കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. വണ്ടി കയറിയാണ് കണ്ടില്ലേ. ശരിക്കും
വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഏകദേശം ചെറുതായിട്ടുള്ള കട്ടറും ഉണ്ട്, അതേപോലെ തന്നെ ചെറു റോഡാണ്. അപ്പോൾ വണ്ടികളും ഒരുപാടുണ്ട്. ഇനി വണ്ടി കയറ്റി പോയിന്ന് പറയരുത് കേട്ടോ മക്കളെ. കണ്ടോ, ചവിട്ട് തന്നെയാണ്. കണ്ടില്ലേ, ഫ്രണ്ട് അവിടെ ഉണ്ട്. വളവായതുകൊണ്ട് വണ്ടി പ്രശ്നമുണ്ട്. ലോഡും വണ്ടിയാണ് ഈ പോണ, കംപ്ലീറ്റ് ആപ്പിൾ വണ്ടി കേട്ടോ. എന്താ ഭംഗിയറിയ സ്ഥലം, കണ്ടില്ലേ? ആ മേലത്തെ ഹൈറ്റാണ്. അതേപോലെ തന്നെ ഈ പോണ ഈ മാസം 4 മാസമായിട്ട് ആപ്പിളിൻ്റെ സീസണാണല്ലോ. ആ 4 മാസങ്ങളിലാണ് ഇവിടെ കൂടുതൽ വണ്ടികൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ജസ്റ്റ് നിർത്തിയൊന്ന് കാണിച്ചു തരാം കേട്ടോ സ്ഥലം. ഫോണ് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് മഞ്ഞ് പോലെ ഉണ്ട്. അപ്പോൾ വണ്ടി ഉണ്ടല്ലോ, നിങ്ങൾ കയറുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് ആപ്പിൾ വണ്ടി കേട്ടോ. കയറണേ മൊത്തം കണ്ടോ, മേലോട്ടൊക്കെ കയറുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ വരുന്നുണ്ട്, ആപ്പിൾ എടുത്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ. കുഴങ്ങി, പക്ഷേ രക്ഷയില്ലല്ലോ, തള്ളു തന്നെയാണ്. ചവിട്ടാൻ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഏകദേശം ചവിട്ടി കയറ്റാം. അപ്പോൾ നമ്മൾ അവിടുന്നാണ് ആ പാലത്ത് വന്നാൽ നേരത്തെ ഫോട്ടോ എടുത്തിട്ടോ. കാണുന്നുണ്ടോയെന്നറിയില്ല, കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം അത് കഴിഞ്ഞിട്ടൊരു 3-4 വളവ് കയറി. സ്ഥലമൊക്കെ നല്ല പക്കാ സ്ഥലമാണ്. ഈ കല്ലൊക്കെ പാടെ പൊളിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അറിയില്ല. ഇവിടെ ഒരു കല്ലിൻ്റെ ഒരു തുമ്പ് കൂടി കാണാമല്ലോ. എന്തായാലും പൊളിച്ചതന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു വെയിറ്റ് സെറ്റ് കിട്ടിട്ടോ, നല്ല സെറ്റാക്കിയിട്ട് എടുത്താണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് കാണാത്തത്. കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. അതുപോലെ നമ്മളെ 2 സൈക്കിൾ അവിടെ ഉണ്ട് കേട്ടോ. ഇത് വണ്ടി കയറ്റി പോകുന്നതാണെന്ന് പറയരുത്, 3 തള്ളിയിട്ട്. ഇത് കണ്ട, അതാ പറയുള്ളൂ. അത് നല്ല സ്ഥലം കേട്ടോ. ഏതായാലും വണ്ടി പോകാത്ത നന്നായി. കാരണം നിനക്കൊരു സ്ഥലം കാണാനായല്ലോ. മലകൾ നമ്മൾ കാണുന്നതാണ്, പക്ഷെ ഇത് കംപ്ലീറ്റ് പാറ മലകളാണ്. മഴ ചെറുതായിട്ട് പാറുന്നുണ്ട്, ഇതിൽ കാണുന്നുണ്ട്. നല്ല തണവുണ്ട് കേട്ടോ. ഇത്രയും നേരം തണവില്ലായിരുന്നു, കാരണം തള്ളിയിട്ടാണ് പോകുന്നത്. അപ്പോൾ തണവില്ലായിരുന്നു. വണ്ടി ഇറങ്ങണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ആപ്പിൾ വണ്ടി കേട്ടോ. ഏകദേശം 4 മാസത്തോളം ഇവരും ഇങ്ങോട്ട് കയറുന്നതാണ്. 4 മാസം കഴിഞ്ഞാൽ അതിലെ ഒറ്റ ലോഡ് വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളേരി കൂടെ വേറെ വഴിയുണ്ട്. നേരത്തെ ആ പാലത്തിൻ്റെ അവിടെയൊക്കെ വഴിയുണ്ട്. അപ്പോൾ അതിലൊന്നും കയറി പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ. ഡേഞ്ചറാണെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടറിഞ്ഞ് നമ്മൾ താഴത്തുനിന്ന് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടോ. ഇവിടെ ഒറ്റ കടല്ല. പോന്നപ്പോൾ എന്തോ ഒരു ചെറുകിട എന്തോ വെള്ളത്തിൻ്റെ എന്തോ കണ്ടു. അപ്പോൾ ബിസ്ക്കറ്റ് കണ്ടിട്ട് മേടിച്ച് വെച്ചിരുന്നു. കാറൊക്കെ പോകണതാണ് എന്താ രസമല്ലേ. മറ്റ് തള്ളിയിട്ട് തന്നെ പോരും. അതായത് ഇത് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് വെയിറ്റിംഗ് സെഡ് കേട്ടോ. നല്ല പൊളി സെഡാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, പുല്ലൊക്കെ നനഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴയുള്ളൂ കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ പോകുന്നു. അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി
ഇനി ഇങ്ങനെ കയറണം. കണ്ടില്ലേ, കണ്ണൻ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറി പോട്ടെ. ഓക്കെ, നമ്മൾ മേലെ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും കുറച്ച് നല്ല പ്ലേസ് കണ്ടപ്പോൾ കൊടുത്താണ്. ഇതുണ്ടല്ലേ, വണ്ടി ഇങ്ങനെ പോയിട്ട് അതിന് നേരെ പുറത്തു കൂടെ വേറെ ഒരു ഇതുണ്ട്. അതിലിറങ്ങിയിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റി ചുറ്റി പോന്നിട്ട് പിന്നെ കാണിച്ചുതരാം. ആ വണ്ടി പോണതാ, ആ നീല പ്ലാസ്റ്റിക് ഇട്ടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തുള്ള അത് അങ്ങനെ ചുറ്റി ചുറ്റി പോയി ആ സിംഗിൾ വണ്ടി പോകണുണ്ടോ, അതങ്ങനെ ചുറ്റിയിട്ടാണ് പിന്നെ അവിടെ ആ കാറ് വരുന്നുണ്ടല്ലേ, അതിലേ അങ്ങനെ പോണ്. അപ്പോൾ ആ കമ്പിപ്പാലം കാണിച്ചുതരാം. കണ്ടില്ലേ, ഇവിടെയാണ് കേട്ടോ. ഇനി ഏകദേശം ഇവിടുന്ന് നോക്കിയിട്ട് ഈ ഒരു വളവും അതേപോലെ തന്നെ അവിടെ ഒരു വണ്ടി പോകണുണ്ടോ, ആ വളവും പിന്നെ അവിടെ ഒരു എന്തോ ഒരു ഇരിപ്പിടാണോ ഇനി ടെമ്പിളാണോ എന്താ അറിയില്ല, അവിടെ ഒരു ഇതും. അപ്പോൾ 4 വളവും കൂടിയാണ് കാണുന്നു. ഇനി ഏതായാലും പോയോക്കട്ടെ, എത്ര വളവുണ്ട് കറക്റ്റ് അറിയില്ല. വണ്ടിയൊക്കെ കണ്ടോ നിരങ്ങി മൂളി വരുന്നുണ്ട്. പോയോക്കട്ടെ. ചോര ഒരു രക്ഷയില്ല കേട്ടോ. ഈ ചുരത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, പിന്നെ ലൊക്കേഷനും നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു ചുരം മേലെത്തിട്ടോ, ഇനിയുണ്ട് ചുരം. അപ്പോൾ ചുരം ഒരു 1.5 ചുരം കേട്ടോ. കാരണം കാണുമ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ ഏകദേശം ആ മലയാക്കണ് അതിൻ്റെ ഏകദേശം സെയിമായിട്ടോ. അവിടെ നിന്ന് നോക്കിയപ്പോൾ അതായിരുന്നു ഹൈറ്റ്, ഇപ്പോൾ ഈ മലയാണ് ഹൈറ്റ്. അപ്പോൾ ഏതായാലും പോയോക്കട്ടെ, അടുത്ത ചുരം തള്ളാൻ. ഓക്കെ, ഇന്ന് ചുരം തന്നെ ഉണ്ടാവും, വയറ് നിറച്ച്. അപ്പോൾ നമ്മൾ ഒരു ചുരം കയറി, ഇനി കുറച്ച് ഇറങ്ങണം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കയറാനുണ്ട്, ഇനി ഒരു 40 കിലോമീറ്റർ ഇനിയും കയറാൻ. അത്ര ഏതായാലും പോയി നോക്കട്ടെ മക്കളെ. ഇറക്കം കാണാൻ പേടിയായിട്ടുണ്ട് ഇപ്പോൾ. ഓ, ഇറക്കം എന്താ സുഖം. അപ്പോൾ അടുത്ത കയറാനുള്ളതാണ് കേട്ടോ. അടുത്ത ഏകദേശം ഇവിടുന്ന് നോക്കിയിട്ട് ഏകദേശം കണ്ടോ, അവിടെ വണ്ടി പോണില്ല. നോട്ടെ, വണ്ടി വരുമോ നോക്കട്ടെ കേട്ടോ. ഒറ്റ മിനിറ്റ്. കണ്ടോ, ഒരു ടിപ്പർ പോകണുണ്ടല്ലേ, ഏകദേശം അവിടെ എത്തണം കേട്ടോ. കണ്ടോ, അവിടെ എത്തണേ. 40 കിലോമീറ്ററാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ, കുറച്ച് മേലെയാണ്. ഒരുത്ത ഇവിടെ ഉണ്ട്. ഡോ ഒന്നും കൊടുക്കാനുള്ള, കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലേക്ക് വന്നീന്. അപ്പോൾ കുറച്ച് ഡേഞ്ചറെന്ന് തോന്നുന്നു ആള്. കണ്ടോ, താഴത്തു കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ പോയോക്കട്ടെ, ആൾക്കാർ കൂടിയ ഭയങ്കര പ്രശ്നമാണ്. കുറച്ച് ഡേഞ്ചറാണ് ഇവർ. അപ്പോൾ കുറേ തള്ളി കയറ്റി. ഇനി ഏകദേശം 5 കിലോമീറ്ററോളം തായ്വാരാണ്, ഇറക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നല്ല ആയുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ 5 കിലോമീറ്റർ തള്ളണ്ട. അപ്പോൾ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാതെ ഫോട്ടോ എടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം താഴത്തുണ്ടല്ലേ നല്ല കുയ്യാണ്. ഏതായാലും 5 കിലോമീറ്റർ സുഖമായിട്ടൊന്ന് കാറ്റും പീപ്പും തട്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹോട്ടലുണ്ടായിരുന്നു, അതിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തടാകമുണ്ട്. അപ്പോൾ മാൻസാബ് എന്നാണ് അതിക്ക് പറയാം. തടാകത്തിൻ്റെ പേരാണ് മാൻസാബ്. അപ്പോൾ അതിക്ക് ഇറങ്ങാൻ ടൈമില്ലാന്ന് വെച്ചാൽ ഏകദേശം 5 കിലോമീറ്ററോളം 5 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ഇനി 40 കിലോമീറ്ററും
റൺ ചെയ്യണം. അതിൽ ആ ചവിട്ടണ ബോട്ട് തന്നെ ഉള്ളൂ കേട്ടോ. അത് ഇനി ചവിട്ടാൻ വയ്യ. സൈക്കിൾ ചവിട്ടി തന്നെ ഒരു വയ്യാവേലി എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തടാകമാണ്. മക്കളെ ഇതാണ് ഇറക്കട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ വല്ലാതെ ക്ഷീണിക്കേണ്ടി വന്നില്ല. കാരണം നല്ലൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ നല്ല റോഡൊന്നുമല്ല, അത്യാവശ്യം കട്ടറുണ്ട്. കട്ടറെന്നാലും സീനില്ലേ, ഇത് തള്ളലാണ് വലിയ പ്രശ്നം. അപ്പോൾ രണ്ട് സൈഡും നല്ല കാറ്റാടി കേട്ടോ. നല്ല ഭംഗിയുണ്ട് സ്ഥലം, അങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ശ്രീനഗർ എത്തിയിട്ടോ. എത്തിയിട്ടില്ല, ഒരു 60 കിലോമീറ്റർ കൂടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ചുരം തന്നെ കേട്ടോ. അതേപോലെ തന്നെ ഇന്ന് റൂം എടുത്തു, കാരണം നല്ല തണുപ്പാണ്. അല്ലേ, ബ്ലാങ്കറ്റൊക്കെ 2 ഇട്ടിട്ടാണ് കിടക്കുന്നത് ഇവിടെ. അപ്പോൾ മണാലിയും ക്ലോസ് ചെയ്തിക്കണ്. അപ്പോൾ മണാലി കയറാൻ പറ്റില്ല കേട്ടോ. മണാലി ആദ്യം വിചാരിച്ചിട്ടില്ല കയറാൻ പറ്റുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ മാസം ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞേനെ. ഇപ്പോൾ തണുപ്പ് കൂടിയോണ്ട് ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചതിന് ലേ ആയിരുന്നു. ലേയും അടുത്ത മാസമാണ് ക്ലോസിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അടുത്ത മാസമല്ല, ഈ മാസം തന്നെ ക്ലോസ് ചെയ്തിരുന്നുള്ളൂ. അപാര തണുപ്പാണ് ഇവിടെ. ഏകദേശം ഒരു 4-5 മല കയറി പോകുന്നിപ്പോൾ. കംപ്ലീറ്റ് മല തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള കാഴ്ചകൾ എന്ന് വെച്ചാൽ ആപ്പിളാണ്. അപ്പോൾ ആപ്പിളിൻ്റെ സീസണാണ്, ഒരു 4 മാസം സീസണാണെന്ന് പറഞ്ഞു. അപ്പോൾ ആപ്പിളിൻ്റെ വണ്ടി തന്നെ ചവറ് പോലെ അങ്ങോട്ട് കയറുന്നു, കണ്ടമാനം കയറുന്നുണ്ട്. അപ്പോൾ അത് 4 മാസം കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സീസണാണ്. അപ്പോൾ ആപ്പിൾ തോട്ടം കാണാം. പിന്നെ എന്തൊക്കെയാണ് ഉള്ള അറിയില്ല. പിന്നെ മഞ്ഞുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അതും കാണാം. ഏതായാലും നല്ല തണുപ്പാട്ടോ. ഇന്ന് തന്നെ പല്ലൊക്കെ കൂട്ടി മുട്ടൽ തുടങ്ങിയിട്ടുണ്ട്, അത്ര തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റൂം എടുത്ത്. ഇതാണ് റൂം കേട്ടോ. ആൾമാരാണ്. അതേപോലെ ഇത് സീലിംഗാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. 2 ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.